പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയോട്, സ്വർഗത്തോട്, ദൈവികമായ കാര്യങ്ങളോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ അരൂപിക്ക് അടിമപ്പെടാതെ, പൈശാചികമായ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ, അങ്ങയിൽ നകന്നു പോകാതെ, അങ്ങയിൽ ഉറപ്പിക്കപ്പെട്ട്, അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ലോകത്തിന്റെ പ്രലോഭനങ്ങൾ ഏറി വരുമ്പോ, ലോകത്തിന്റെ പിന്നാലെ പോകാനുള്ള വലിയ ആഗ്രഹം വരുമ്പോ, കർത്താവ് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കൃപയില്, അങ്ങയുടെ ചൈതന്യത്തില്, അങ്ങയുടെ ശക്തിയില് ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുമ്പോൾ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവർക്ക് ആവശ്യമായ ആരോഗ്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. മക്കളെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഭാഗ്യം, മക്കളുടെ നന്മ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം, മക്കളുടെ പരീക്ഷാ വിജയം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം, മക്കളുടെ അനുസരണവും വലിയ കൃപാജീവിതവും ദൈവൈക്യ ജീവിതം കൊണ്ട് സന്തോഷിക്കുവാനും എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അങ്ങേ അറിയുവാനും വഴി അറിഞ്ഞ് അങ്ങയിൽ ജീവിക്കാനും ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാറ്റിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളിന്ന് പ്രത്യേകം ആവിധത്തില് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കൂതാശകൾ വിട്ട് അകന്നു പോകാതിരിക്കാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് കൃപ വേണം, ശക്തി വേണം, സ്വർഗത്തിന്റെ സഹായം വേണം. അതിസ്വാഭാവികമായ ദൈവിക കൃപകൾ നിറഞ്ഞ് നമ്മുടെ മക്കൾ ജീവിക്കണം. ആ കൃപകൾ സ്വീകരിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യമാണ് കൂദാശ ജീവിതം. ഇന്ന് അനേക മക്കള് കൂദാശയിൽ നകന്ന്, പ്രത്യേകിച്ചും കുമ്പസാരം, വിശുദ്ധ കുർബാന, ഈ രണ്ട് കൂദാശകളിലൂടെ ദൈവകൃപയില് വളരാനും ദൈവിക ജീവനില് നിറഞ്ഞു നിൽക്കാനും നമുക്ക് നമ്മുടെ മക്കൾക്കും ഭാഗ്യം ലഭിക്കുന്ന വലിയ കൂദാശകൾ. അതിനെ മനസ്സിലാക്കി സ്വീകരിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനത്തില് ഈശോ പറയുന്നുണ്ടല്ലോ, മക്കളെ, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. അപ്പൊ ജീവൻ ഉണ്ടാകണമെങ്കിൽ യേശുവിന്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ജീവനില്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഉണങ്ങിപ്പോ, ചീഞ്ഞു പോകും, ദുർഗന്ധം വമിക്കും. അതൊന്നിനും കൊള്ളാത്ത വിധം ചത്ത് ചീഞ്ഞ് അടങ്ങിപ്പോകും. അപ്പൊ ഈ ജീവൻ നൽകുന്ന കൂദാശ സ്വീകരിക്കണം. അനേക മക്കള് കൂദാശ വിട്ട് ജീവിക്കുന്ന ഒത്തിരി മക്കൾ. അച്ഛൻ എപ്പോഴും പറയാറില്ലല്ലോ, നിങ്ങൾ പറയുന്ന കാര്യം, 10ാം ക്ലാസ് വരെ എൻ്റെ കുഞ്ഞ് അൾത്താരയിലൊക്കെ ആയിരുന്നു, പള്ളിയിൽ ഒക്കെ പോകുമായിരുന്നു, കൂദാശകൾ സ്വീകരിക്കുമായിരുന്നു. എന്നാ പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ് അല്ല, മരിക്കണവരെ കൂദാശ ജീവിതത്തിലൂടെയാണ് കർത്താവ് നമ്മെ കൃപയിൽ വളർത്തി ഒരു നാശത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നത്. ജന്മഭാവത്തോടെ ജനിച്ച നമുക്ക് ജനിച്ച ഉടൻ തന്നെ മാമോദീസ നൽകി കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി സ്വീകരിക്കുവാൻ, കൃപകൾ സ്വീകരിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. പിന്നീട് അങ്ങോട്ട് കുമ്പസാരം, വിശുദ്ധ കുർബാന, പിന്നെ സ്ഥൈര്യലേപനം, പിന്നീട് വിവാഹ ജീവിതത്തിന്റെ കൂദാശ ജീവിതം. അനേക മക്കള് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ സഭ വിട്ട്, കൂദാശ വിട്ട്, തോന്നിമാരി രജിസ്റ്റർ മാരേജ് ചെയ്ത് അവിടെയും കിട്ടും ഇവിടെയും കിട്ടും. അതോടൊപ്പം തന്നെ
ഡിസ്പാച്ച് ഓഫ് കൾട്ട്, അങ്ങനെ കൂദാശയില്ലാത്ത ഒത്തിരി ജീവിതങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, കൂദാശയിൽ നിന്ന് അകന്നു പോയാൽ നമ്മുടെ മക്കള് കൃപാ ജീവിതത്തിലും ദൈവൈക്യ ജീവിതത്തിലും പരാജയപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൂദാശകളെ കുറിച്ച് അറിയാനും അത് അനുഭവിക്കാനും ഇടയാകും. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഈശോയെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇത് അറിഞ്ഞ്, ചിലപ്പോഴും പറയാറുണ്ടല്ലോ, അറിയാതെ ജീവിക്കുന്ന വിശ്വാസം അപകടകരമാണ്. കൂദാശകൾ എന്തെന്ന് അറിഞ്ഞ് അത് ദൈവത്തിന്റെ സഹായമാണെന്നും ദൈവത്തിന്റെ ജീവനാണെന്നും ദൈവകൃപയാണെന്നും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൂദാശകളെന്നും അറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. നമ്മൾ ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കൂദാശ ജീവിതം, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. മിക്കവാറും വീടുകളിൽ അപ്പൻ കുമ്പസാരമില്ല, കുർബാന സ്വീകരണമില്ല, ചിലപ്പോൾ പള്ളിയിൽ പോലും പോകത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്കും കൂടത്തില്ല. ഒരു വീട്ടിൽ അപ്പൻ നല്ല മാതൃകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80% മക്കള് അപ്പന്റെ പിന്നാലെ മാതൃകയിൽ പിന്തുടരും. അമ്മ എത്ര പള്ളി പോയാലും എന്തൊക്കെ പറഞ്ഞാലും മാതൃക കൊടുത്താലും ഇമ്പാക്റ്റ് ഉണ്ട്. അത് വളരെ വളരെ ചുരുക്കമായൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അപ്പനും അമ്മയും, ഞാൻ പറയുകയാണെങ്കിൽ അപ്പനും അമ്മയും കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കൂദാശയുടെ വില വെളിപ്പെടുത്തി കൊടുക്കും വിധത്തിലുള്ള പ്രാധാന്യം ജീവിതത്തിലൂടെ കൂദാശകളിലൂടെ തന്നെ കാണിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ കൂദാശയിൽ ഉറപ്പിക്കാൻ പറഞ്ഞു കൊടുക്കണം. മക്കൾ, ഇതാണ് കൂദാശ. ഈശോയെ കിട്ടുന്ന, ഈശോയുടെ കൃപ കിട്ടുന്ന, ഈശോയുടെ ചൈതന്യം കിട്ടുന്ന, ഈശോയുടെ ജീവൻ കിട്ടുന്ന, സ്വർഗത്തിന് സഹായം കിട്ടുന്ന വലിയ അനുഗ്രഹമാണ് മക്കളെ കൂദാശ. കൂദാശ വിട്ടാൽ ഒത്തിരി സങ്കടമുണ്ട്. കൂദാശ വിട്ട് ജീവിക്കുന്ന മക്കള് ധ്യാനത്തിന് വരുമ്പോ ഒത്തിരി മക്കളെ കാണുമ്പോ 1 വർഷം 2 വർഷം, ചില ചേട്ടന്മാരൊക്കെ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള ചേട്ടൻ കുമ്പസാരിക്കാൻ ധ്യാനത്തിൽ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കൂദാശയിൽ നടന്നു പോകാതിരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ കൂദാശയിൽ ജീവിക്കാൻ ഇടയാകും. അത് മതി ജീവിതം അനുഗ്രഹിക്കും. ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. കൂദാശയിലുള്ള അകൃപാജീവൻ, ദൈവൈക്യം, അത് നമ്മുടെ ബലമാണ്. അത് നമുക്ക് മാത്രമുള്ള ബലമാണ്. അതിനെ നിസാരവൽക്കരിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കൾ വലിയ നാശമാണ് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂദാശ ജീവിതത്തിന്റെ ചൈതന്യവും ആവശ്യകതയും തിരിച്ചറിയാൻ, അതിലൂടെ ലഭിക്കുന്ന കൃപയും ദൈവിക ജീവനും സ്വന്തമാക്കാൻ കർത്താവ് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ, രക്ഷാകര പദ്ധതിയുടെ അനന്തയോഗ്യതകളും ഫലങ്ങളും, കുരിശുമരണത്തിന്റെ ശക്തിയും വീണ്ടെടുപ്പും ജീവനും കൂദാശകളിലൂടെയാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. അതറിഞ്ഞ് സ്വീകരിച്ച് ആ ജീവനിൽ വളർന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് രക്ഷപ്രാപിക്കാൻ എല്ലാത്തിലും ആത്മീയമായും ശാരീരികമായും ഭൗതികമായും സാമ്പത്തികമായും എല്ലാ തലത്തിലും അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾക്കുള്ള വലിയ അനുഗ്രഹമാണ് കൂദാശ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയിൽ വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മനസ്സും അതിനുള്ള ആഗ്രഹവും അതിനുള്ള ഒരു താല്പര്യവും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.